പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ വില നിശ്ചയിച്ചതിലെ അപാകത പരിഹരിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ നഷ്ടപരിഹാരം നിർത്തിവെച്ചതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് വീടും സ്ഥലവും നഷ്ടമാകുന്നവർ. 2 വർഷം മുൻപാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 1 വർഷമായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നു. നിശ്ചയിച്ച വിലയിൽ പ്രതീക്ഷയർപ്പിച്ച് ഹൈവേ കടന്നുപോകുന്ന വഴിയിലെ ജനം വീടും ഭൂമിയും കെട്ടിടങ്ങളും വിട്ടു നൽകി. എന്നാൽ നിശ്ചയിച്ച വില മലപ്പുറം ജില്ലയിലേതിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാണ് നഷ്ടപരിഹാരം നൽകുന്നത് നിർത്തിവെച്ചത്. 60% പേർക്ക് പണം ലഭിച്ചിരുന്നു. സ്ഥലം നഷ്ടപ്പെടുന്നവരെല്ലാം ഗ്രീൻഫീൽഡ് അതോറിറ്റിക്ക് ആധാരം ഉൾപ്പെടെ നൽകി. ഇപ്പോൾ പണം കിട്ടാതെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്ത് റോഡിലേക്ക് കണക്കാക്കിയിട്ടുള്ള വില 7,49,000 രൂപയാണ്. അത് തന്നെ ഞങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന വില 3,26,000 രൂപയുള്ളൂ. അതിന്റെ 12% ഇൻട്രസ്റ്റും അതിന്റെ ഡബിളും കൂടിയിട്ടാണ് ഇവർ തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഈ കണ്ണായ സ്ഥലം നഷ്ടപ്പെട്ടിട്ട് അതുപോലുള്ള സ്ഥലം വാങ്ങാനോ ഒരു വീടുണ്ടാക്കാനോ ഞങ്ങൾക്ക് പറ്റാത്ത സ്ഥിതിയിലാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. അത് തന്നെ ഇപ്പോൾ ഇവർ തരാന്ന് പറഞ്ഞ പൈസ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 3ഉം 5ഉം സെന്റ് ഭൂമിയുള്ളവരാണ് ഏറെയും. പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പുതിയ വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് തുക നൽകിയവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ബാങ്കുകളിൽ നിന്ന് വായ്പ പോലും ലഭിക്കാത്ത അവസ്ഥ. അവരുടെ ദാർഢ്യത മാത്രമാണ്. ഞങ്ങൾ ഈ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അധികാരികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ഉത്തരവുകൾ അവർ പുറപ്പെടുവിക്കുന്നത്? ജനങ്ങളുടെ പ്രയാസങ്ങൾ എന്തുകൊണ്ട് അവർ കാണുന്നില്ല? ഞങ്ങൾ ഒരു പ്രതിഷേധവും പ്രകടിപ്പിക്കാതെയാണ് ഞങ്ങളുടെ ആധാരം മുഴുവനും അവർ പറഞ്ഞ സമയത്ത് കൃത്യസമയത്തിന് ഞങ്ങൾ അവർക്ക് കൊടുത്ത്. പക്ഷേ അതിനുശേഷം ആദ്യം പറഞ്ഞ വാക്കുകൾ അവർ പാലിക്കാതെ അവർ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. നഷ്ടപരിഹാരം നൽകുന്നത് നിർത്തിവച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തിയിരുന്നു. വീണ്ടും വില നിശ്ചയിക്കാനുള്ള നടപടിയിലാണ് റവന്യൂ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ 6.5 കിലോമീറ്ററാണ് ഗ്രീൻഫീൽഡ് ഹൈവേ. കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ജനത്തിന്റെ ദുരിതം തീർക്കാൻ അടിയന്തര ഇടപെടലാണ് വേണ്ടത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വികസനം വരണം എന്നുള്ളത് പ്രധാനം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാവണം, ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടിയാവണം. നിശ്ചയിച്ച വിലയിൽ പ്രതീക്ഷയർപ്പിച്ച് ഹൈവേ കടന്നു പോകുന്ന വഴിയിലെ വീടും ഭൂമിയും കെട്ടിടങ്ങളും വിട്ടു നൽകിയവർക്കാണിപ്പോൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. കാണാം ഭൂവുടമകളുടെ പ്രതികരണങ്ങൾ. ഈ റോഡുമായി വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സഹകരിച്ച് അവിടെ രേഖകളൊക്കെ എല്ലാം തന്നെ ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഇവിടുത്തെ UP സ്കൂൾ വെച്ച് ക്യാമ്പയിൻ നടത്തി ആ ക്യാമ്പയിനിലേക്ക് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ കൊടുത്ത് അങ്ങനെ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ കൊടുത്ത് എല്ലാ നിലക്കും സഹകരിച്ച ഇരകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവർക്ക് കൊടുത്ത വില അധികമായെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഭൂമിയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പല സ്ഥലത്തും ഈ റോഡ് വരുന്നതനുസരിച്ചുകൊണ്ട് പല പരിസര പ്രദേശങ്ങളിലൊക്കെ ഭൂമിക്ക് വില കൂടിയിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമണ്ണ ഒളവണ്ണ പഞ്ചായത്തുകളിൽ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ഇവർക്ക് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള BVR പ്രകാരമുള്ള നഷ്ടപരിഹാരം അത് പകുതിയിലധികം ആളുകൾക്ക്, ഒരു 60%-ലധികം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞതാണ്. അവിടെ പെട്ടെന്ന് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ കോഴിക്കോട് കിട്ടുന്ന അത്ര വില കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാരം നിർത്തിവെക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഗം നാടിൻ്റെ ഒരു നടുക്കൂടെയാണ് ശരിക്കും ഈ റോഡ് വരുന്നത്. അത് രണ്ട് ഭാഗമായി പോവുകയാണ്. റോഡ് വരുമ്പോൾ നാട്ടിലെ ആൾക്കാർ രണ്ടും ഒരു ഭാഗത്തും മറ്റേ ഭാഗത്തുമായി പോകുക. അതുപോലെ ഈ നാട്ടിൽ കാണുന്ന വില നമുക്ക് കിട്ടുന്നില്ല. ഒരു നഷ്ടപ്പെടുന്നവർ കുറച്ച് സ്ഥലം വാങ്ങാൻ പോയാലും ഞാൻ തരുന്ന പൈസ കൊണ്ട് കിട്ടൂല ആ സ്ഥലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.